നമസ്കാരം. നമുക്കറിയാവുന്ന പോലെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അവിടെ പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് മഹാവികാസ് അഘോടി ആയിട്ടുള്ള അവിടെ BJPയുടെ ഒരു മത്സരമായിരിക്കും പ്രധാനമായും നോക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന പോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗവും ശിവസേനയും അതോടൊപ്പം NCPയും കൂടെ ചേരുന്നതാണ് ഈ മഹാവികാസ് അഘോടി. അപ്പം ഈ മഹാവികാസ് അഘോടിക്ക് വേണ്ടിയിട്ട് താൻ ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തനത്തിനും പ്രചാരണ രംഗത്തേക്കും ഇറങ്ങും എന്നുള്ള തരത്തിൽ കാശ്മീരിൻ്റെ മുൻ ഗവർണറായ സത്യപാൽ മാലിക് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സത്യപാൽ മാലിക് നേരത്തെ 2004 BJPയിൽ എത്തുന്നത്. 2012 വരെ അദ്ദേഹം BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു. ഇങ്ങനെ BJPയുമായുള്ള നിരന്തര സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒഡീഷയിൽ, മേഘാലയയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ നമുക്കറിയാവുന്ന പോലെ ഗവർണറായി നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം 2018 അദ്ദേഹം ഇവിടെ എത്തുന്നു, ജമ്മു കാശ്മീരിൽ ഗവർണറാകുന്നു. 2019 അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന Z+ കാറ്റഗറിയിലുണ്ടായിരുന്ന സുരക്ഷ അവിടെ കേന്ദ്രം ഇടപെട്ടിട്ട് കട്ട് ചെയ്തു. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, എൻ്റെ ജീവന് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് യാതൊരു സുരക്ഷിതത്വമില്ല, അതിന് പ്രധാന കാരണക്കാർ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിന് ഉത്തരവാദികളായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയം അതിന് ഉത്തരവാദികളായിരിക്കും എന്ന് പലപ്പോഴും ഈ പറയുന്ന സത്യപാൽ മാലിക് പറയുകയുണ്ടായി. അതിന് പറഞ്ഞതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത്, ഈ സത്യപാൽ മാലിക് ഇപ്പോൾ തീർത്തും BJP വിരുദ്ധനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി BJP എന്ന് പറയുന്ന പാർട്ടി മഹാരാഷ്ട്രയിൽ അപ്രസക്തമാകും, തുടച്ചു നീക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തുടച്ചു നീക്കപ്പെടുകയാണെങ്കിൽ അവസാനം, അതായത് BJPയുടെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണി മഹാരാഷ്ട്രയിൽ നിന്നുള്ളതായിരിക്കും എന്ന ശക്തമായ താക്കീതാണ് അദ്ദേഹം പറയുന്നത്. താൻ മുഴുവൻ സമയം ഊർജ്ജസ്വലനായ ഒരു പ്രവർത്തകനായി, പ്രചാരകനായി ഇവരോടൊപ്പം ഈ പറയുന്ന മഹാവികാസ് അഘോടിയുടെ ഒരു താരപ്രചാരകൻ എന്നുള്ള നിലയിൽ താൻ എപ്പോഴും രംഗത്തുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് തവണ BJP വിരുദ്ധത, ഞാൻ സൂചിപ്പിച്ച പോലെ 2004 അദ്ദേഹം BJPയിൽ അംഗത്വമെടുക്കുകയും BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലൊക്കെ പിന്തുടരുന്ന അല്ലെങ്കിൽ തുടർന്നു പോരുന്ന ആ സമയത്ത് പോലും അദ്ദേഹം പല നിലപാടുകളിലും ഒരു BJP വിരുദ്ധത കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. BJP വിരുദ്ധത എന്നുള്ളതല്ല, ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന പല നയങ്ങളോടും അദ്ദേഹം കൃത്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കർഷക സമരം നടക്കുന്ന ഒരു കാലഘട്ടം, അതിൽ കർഷകർക്കൊപ്പം നിൽക്കാനാണ് എപ്പോഴും ഈ പറയുന്ന സത്യപാൽ മാലിക് ശ്രമിച്ചിട്ടുള്ളത്. കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ ഈ കർഷക സമരം ഇങ്ങനെ കൂലങ്കഷമായി നടക്കുന്ന സമയത്ത്, ശക്തമായി നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറായ സമയത്ത് ഇത്രയും വലിയൊരു വിഷയം, കാർഷിക ബില്ല് നിലവിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു വിഷയം, ഇത്രയും വലിയൊരു വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി എടുത്തത് വെറും 5 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഏത് തരത്തിലാണ് അത് തെറ്റായി പോയി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് സത്യപാൽ മാലിക് അന്ന് പ്രസ്താവനകളെല്ലാം പുറത്തിറക്കിയത്. അത് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് തെറ്റായ ഒരു സമീപനമാണെന്നും അത് വളരെ ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യുന്നു, കർഷക വിരുദ്ധ സമീപനമാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അന്ന് സത്യപാൽ മാലിക് വളരെ ശക്തമായി തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. കാര്യം, 500 കർഷകർ മരണപ്പെട്ടിരുന്നു ഈ കർഷക സമരത്തിനിടയിൽ. അപ്പോൾ ഈ 500 കർഷകരെ കുറിച്ച് നരേന്ദ്രമോദിയോട്, അതായത് പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവരാരും മരിച്ചത് എനിക്ക് വേണ്ടിയല്ലല്ലോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഈ പറയുന്ന ഒരു BJP സർക്കാരിന് എതിരായ സമീപനങ്ങൾ പറയുകയുണ്ടായി. അപ്പം എങ്ങനെ പിന്നീട് അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയാണ് നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ, ഭാരതീയർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞെട്ടലോടെ കേൾക്കേണ്ട ചില സംഭവങ്ങളാണ്. നമുക്കറിയാം, പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ CRPF ജവാന്മാരെ, ഏകദേശം 48 പേരോളം അടങ്ങുന്ന നമ്മുടെ CRPF ജവാന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. അന്നല്ല നമ്മൾ പറഞ്ഞത്, പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റക്കാർ കൊണ്ടുവന്ന് ഒരു സ്കോർപിയോ വാനിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ആ വാഹനത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്തു. സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള ഓരോ അറ്റാക്കുകൾ നമ്മൾ ഇതിനെ തുടർന്ന് നടത്തി. അപ്പം ഇങ്ങനെ നിലവിൽ ഒരു ഭീകരാക്രമണത്തിൻ്റെ ഇതിൽ കാശ്മീരിനെ കൊണ്ടുവന്ന് പതിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ ആരാണ് തെറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഈ കുറച്ച് നാളിന് മുമ്പ് തന്നെ ഈ സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത്,
ഈ ഇത്രയും ആൾക്കാർ ഏകദേശം 2500ഓളം വരുന്ന നമ്മുടെ CRPF ജവാന്മാരെ സുരക്ഷിതരായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ വിമാനം വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള അല്ലെ ഏറ്റവും ലോലമായ ഒരു പ്രദേശമാണ് ഈ കാശ്മീർ. എപ്പോഴും ഒരു തീവ്രവാദ നുഴഞ്ഞുകയറ്റങ്ങൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം അവിടെ ഏത് സമയത്ത് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടിൽ തന്നെ CRPF ജവാന്മാർ പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞു, ഞങ്ങളുടെ സൈനികരെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വിമാനത്തിൽ ആക്കി ഞങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ട തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം അജിത് ഡോവലും എല്ലാം കൂടെ ചേർന്ന് പ്രധാനമന്ത്രി അടക്കം ഇതിനെ അങ്ങ് തള്ളിക്കളഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന ബസ്സിൽ നിങ്ങൾ സൈനികരെ കൊണ്ടുപോയാൽ മതി എന്നുള്ളതായിരുന്നു അന്ന് ഈ പറയുന്ന ആഭ്യന്തര മന്ത്രാലയം എടുത്തൊരു തീരുമാനം. അന്ന് ഈ പറയുന്ന ഒരു സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി ചേർന്നിട്ട് ഈ പറയുന്ന സത്യപാൽ മാലിക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, കാര്യം ഇത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വീഴ്ചയാണെന്നും അതോടൊപ്പം ഇങ്ങനെ ഒരു നിർദ്ദേശം ഈ പറയുന്ന CRPFൽ നിന്ന് പാരാമിലിറ്ററിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഇതൊന്നും നിങ്ങൾ പുറത്തു പറയരുത് എന്ന് ഈ പറയുന്ന കേന്ദ്ര ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഈ പറയുന്ന സത്യപാൽ മാലിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു അത്രേ. പക്ഷേ അദ്ദേഹം അതിനെ ഒന്നും ഗൗനിക്കാതെ ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഈ പറയുന്ന അജിത് ഡോവലിനും അടക്കം വലിയ ക്ഷീണമുണ്ടാക്കി വെക്കുകയും ചെയ്തു. നമുക്കറിയാം ആ സമയത്ത് ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സസ് അടക്കം ഈ കാണിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തിനെതിരെ റെയ്ഡുകൾ പ്രഖ്യാപിച്ചു തുടങ്ങി. ആവശ്യമില്ലാത്ത പല കേസുകളിലും കുടുക്കി തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, തങ്ങളെ ഒഴിവാക്കി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇദ്ദേഹത്തിനെതിരെ നിരവധിയായ റെയ്ഡുകൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ റെയ്ഡുകൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ റെയ്ഡുകൾ പ്ലാൻ ചെയ്ത് തന്നെ ഒരു കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുക, അതായത് തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന ചില സമീപനങ്ങളോട് ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം സ്വേച്ഛാധിപതി എന്ന് വിളിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചിരുന്നത്. നമ്മൾ ഓർക്കണം, ആ സമയത്തും ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്ന ആള് BJPയുടെ പ്രവർത്തകനാണ്, BJPയിലുള്ള ആള് തന്നെയാണ്. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ ഈ സത്യപാൽ മാലിക് വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി. അപ്പം ഇതേ തുടർന്ന് ആണ് ഇദ്ദേഹത്തിന് ഉള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പിൻവലിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് അവിടുത്തെ കാശ്മീരിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം എടുത്തു കളയുന്നു, അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം തീർത്തും ഒരു BJP വിരുദ്ധൻ ആയി മാറുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പുൽവാമ ആക്രമണമാണെങ്കിലും കർഷക സമരം തുടങ്ങിയ കർഷക സമരത്തോട് നമ്മുടെ പ്രധാനമന്ത്രി കാട്ടിയ സമീപനങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ സത്യപാൽ മാലിക് ഉള്ളത്. ആ രീതിയിലുള്ള അതിശക്തമായൊരു പ്രചരണമായിരിക്കും ഇദ്ദേഹം നടത്താൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതായിരിക്കും സംഭവിക്കാൻ പോവുക. മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി BJPയെ പൂർണ്ണമായും തുടച്ചു നീക്കുകയും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിന് BJPയുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണി മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാകുകയും ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ വാസ്തവത്തിലേക്ക് എത്തും. അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സമീപനങ്ങളായിരിക്കും, ഈ രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകളായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ BJP തൽക്കാലം സത്യപാൽ മാലികിനെ ഭയക്കേണ്ടി വരും. കാര്യം അദ്ദേഹത്തിനെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും കേസുകളിൽ പ്രതിയാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് എനിക്കെതിരെ EDയുടെ റെയ്ഡ് ഉണ്ടായത്, കേന്ദ്ര അന്വേഷണ സംഘങ്ങളുടെ റെയ്ഡ് ഉണ്ടായതും അതോടൊപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സുരക്ഷാ മാനദണ്ഡം സെക്യൂരിറ്റി ഒഴിവാക്കുകയും ചെയ്തത്. അതോടുകൂടി അദ്ദേഹത്തിന് ഇനി എന്ത് സംഭവിച്ചിരുന്നാലും അത് കേന്ദ്ര സർക്കാരായിരിക്കും ഉത്തരവാദി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിശബ്ദനാക്കാൻ കഴിയാത്ത തരത്തിൽ സത്യപാൽ മാലിക് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായി ഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും BJP മഹാരാഷ്ട്രയിൽ നേരിടാൻ പോകുന്നത് ഒരു വലിയ കനത്ത പരാജയം തന്നെയായിരിക്കും.